16ാം നിയമസഭയുടെ മുഖ്യമന്ത്രിയായി കോൺഗ്രസ് ഹൈക്കമാൻഡ് വി.ഡി. സതീശനെ നിശ്ചയിച്ചിരിക്കുന്നു. ഇതിലുള്ള സമ്മർദ്ദങ്ങളും അനിശ്ചിതത്വങ്ങൾക്കും ഒടുവിലാണ് വി.ഡി. സതീശൻ എന്ന ഒരൊറ്റ പേരിലേക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡ് എത്തുന്നത്. പാർട്ടിയെ ജനം തിരുത്തി എന്നാണ് ഒറ്റവാചകത്തിൽ ഇതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കുക. ഹൈക്കമാൻഡിൻ്റെ താല്പര്യമോ എം.എൽ.എമാരുടെ പിന്തുണയോ കൊണ്ട് ആർത്തുലച്ച് വന്ന ജനരോഷത്തെ മറികടക്കാൻ കഴിയില്ല എന്ന തിരിച്ചറിവിലേക്ക് ഹൈക്കമാൻഡ് എത്തിയത് കൊണ്ടാണ് ഇത്തരം ഒരു തീരുമാനമെടുക്കാൻ അവർക്ക് സാധിച്ചത്. ജനങ്ങളുടെ അഭിപ്രായങ്ങളെ മുഖവിലക്കെടുക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡിന് സാധിച്ചത് വലിയ ഒരു ശരിയാണ് എന്ന് നമുക്ക് വിശ്വസിക്കാം. ശരിയായ സമയങ്ങളിൽ തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്ന കീഴ്വഴക്കമാണ് പലപ്പോഴും കോൺഗ്രസ് കാണിച്ചിട്ടുള്ളത്. കർണാടകയിലെയോ രാജസ്ഥാനിലെയോ മറ്റ് സംസ്ഥാനങ്ങളിലെയോ പ്രാക്ടീസ് ഇവിടെ അവതരിപ്പിച്ചാൽ അപകടമുണ്ടാകുമെന്ന് വൈകിയെങ്കിലും ഹൈക്കമാൻഡിനും കോൺഗ്രസിനും തിരിച്ചറിയാൻ സാധിച്ചു. സി വേണുഗോപാലിനെ പിൻവാതിലിലൂടെ കെട്ടിയിറക്കിയാൽ കോൺഗ്രസിനും UDFനും ഉണ്ടാക്കുന്ന പരിക്ക് എന്താണെന്ന് കൃത്യമായി ഹൈക്കമാൻഡിൻ്റെ മുമ്പിലെത്തിക്കാൻ VM സുധീരനെ പോലെയുള്ള ധീരന്മാരായ കോൺഗ്രസ് നേതാക്കൾക്ക് സാധിച്ചതുകൊണ്ടാണ് സതീശന് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടുന്നത്. ഹൈക്കമാൻഡിൻ്റെ താല്പര്യവും MLA-മാരുടെ പിന്തുണയും ആർത്തുലച്ചു വരുന്ന ജനരോഷത്തെ മറികടക്കാൻ കഴിയില്ല എന്ന തിരിച്ചറിവാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന് ഉണ്ടായത്. നിരവധി കാലം MLA ആയിട്ടും അദ്ദേഹത്തിന് ഒരിക്കൽ പോലും മന്ത്രിസ്ഥാനം ലഭിച്ചിട്ടില്ല. ഇപ്പോൾ ഒരു ഘട്ടത്തിലും മന്ത്രിയാകാതെ നേരിട്ട് മുഖ്യമന്ത്രിയാകുന്ന അപൂർവ വ്യക്തിയാണ് വി.ഡി. സതീശൻ. 2021 കനത്ത പരാജയ ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവായി വി.ഡി. സതീശനെ നിയോഗിച്ചത് കോൺഗ്രസ് എടുത്ത ഏറ്റവും നല്ല ഒരു തീരുമാനമായിരുന്നു. പിണറായി വിജയനെ പോലെ അതികായനായ കേരളത്തെ അടക്കി ഭരിച്ച ഏറ്റവും വലിയ മികച്ച ഒരു ഭരണത്തെയും ഭരണാധികാരിയെയും നേരിടുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല. കഴിഞ്ഞ 5 വർഷവും തൻ്റെ ലക്ഷ്യത്തിൽ ഊന്നി പിണറായി വിജയൻ എന്ന് പറയുന്ന അതികായനെ നേരിടാൻ വി.ഡി. സതീശന് സാധിച്ചു.